എപ്പിസോഡ് തുടങ്ങുന്നത് ജൂണിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഗാമിന്റെ വേറൊരു ഐറ്റമാണ് ജൂൺ. എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് തലേക്കേറി നടക്കുന്ന ആളാണ് ഗാമിനെങ്കിൽ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആവണം, എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യം കൊണ്ട് നടക്കുന്ന ആളാണ് ഈ ജൂൺ. എന്നാൽ അവൻ അത് എത്ര പരിശ്രമിച്ചിട്ടും അവന് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് സ്റ്റുഡൻസ് നിനക്ക് സ്ട്രോങ് ആവണമെങ്കിൽ യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂളിലോട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നത്. ഗാമിനും ഇതുപോലെ തന്നെയാണല്ലോ യൂസോങ്ങിലോട്ട് വന്നത്. ഇവനും അതുപോലെ തന്നെ ഒന്നും ആലോചിക്കാതെ അങ്ങോട്ടേക്ക് വരും. ഇവിടെ വന്ന് കാണുന്നതും അവന് മനസ്സിലാകും തനിക്ക് പറ്റിയ സ്കൂള് തന്നെയാണെന്ന്. കുറെ പേരെയൊക്കെ തല്ലി തോപ്പിച്ച് റാങ്ക് കൂട്ടി. എന്നാൽ പക്ഷേ ഏതാണ്ട് ഒരു 17ാമത്തെ റാങ്കിൽ അവൻ സ്റ്റക്കാണ്. അത് കടക്കാനായിട്ട് അവൻ എത്ര ഫൈറ്റ് ചെയ്തിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഗാമിന്റെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ഇടയാകുന്നത്. ഗാമിന് ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് അവൻ അതിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഗാമിന്റെ ഫൈറ്റിംഗ് സ്കിൽസിൽ ഇവൻ അങ്ങ് വീണുപോയി. എന്നാൽ ജൂൺ വന്നത് പഠിക്കാനല്ല, ഇവന്റെ ഫൈറ്റിംഗിലെ റാങ്ക് കൂട്ടാനാണെന്ന് മനസ്സിലാക്കുന്ന ഗാമിനാണെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സമ്മതിക്കാതെ ഇവനെ പുറത്താക്കുവാണ്. ഫൈറ്റിംഗും ഒരു തരത്തിലൊരു പഠനമല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഇവനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ഗാമി സമ്മതിക്കില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഇതിൽ കയറി പറ്റാനായിട്ട് ജൂൺ അവസാനം സമ്മതിക്കും. താനും പഠിച്ചോളാന്ന്. ഇത് കേൾക്കുന്ന ഗാമിൻ നീ പഠിക്കോ ഉറപ്പല്ലേ എന്ന് ഒന്നുകൂടെ ചോദിച്ചുറപ്പാക്കുമ്പോൾ താൻ പഠിക്കുക എന്ന് ജൂൺ അവന് ഉറപ്പ് കൊടുക്കും. എന്നാൽ പെട്ടെന്ന് ഇവനെ സ്റ്റഡി ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ ഗാമിൻ ഒരുക്കുമല്ലായിരുന്നു. ഇവന് മാത്സിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ കൊടുത്തത് ചെയ്യാൻ വേണ്ടി പറയും. ലീയെ കാണാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നും പറഞ്ഞാണ് അവർ പോകുന്നത്. അങ്ങനെ ഇവൻ അവിടെ ഇരുന്ന കണക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളെ കണ്ടാലേ ഒരു ഗ്യാങ്സ്റ്റർ വൈബ് നമുക്ക് തോന്നും. ഇയാൾ ഇവന്റെ അടുത്തേക്ക് വന്ന് കുറെ ഷോ ഓഫ് ഒക്കെ ഇറക്കി നീയാണോ ഗാമിൻ, ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, എന്റെ കൂടെ വരാൻ വേണ്ടി പറയും. ടെസ്റ്റോ? എന്ത് ടെസ്റ്റ് ആണെന്ന് ജൂൺ ചോദിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ റാങ്ക് 1ൽ നിൽക്കുന്ന ഗാമിൻ നീ തന്നെയല്ലേ എന്ന് ഗ്യാങ്സ്റ്റർ ഇപ്പൊ എടുത്തു ചോദിക്കുവാണ്. ഇത് ഫൈറ്റിംഗിന്റെ റാങ്കിനെ സംബന്ധിച്ച് എന്തോ ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ജൂൺ ആണെങ്കിൽ അത് താൻ തന്നെയാണ് ഗാമിൻ എന്ന് കള്ളം പറഞ്ഞ് ഇയാളുടെ കൂടെ പോകും. ഇയാളുടെ കൂടെ ജൂൺ കാറി കയറി പോകുന്നത് പാർക്ക് കാണുന്നുണ്ട്. ഇതേസമയം ഹോസ്പിറ്റലിൽ ലീമിസിനെ കാണാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ എത്തിയിട്ടുണ്ട്. സംസാരം കേട്ടാൽ അറിയാം ഇവർക്ക് മുമ്പ് പരിചയമുണ്ട്. കുറെ ആയല്ലോ കണ്ടിട്ട്. ലാസ്റ്റ് ഇയറിലെ കേസ് കഴിഞ്ഞ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല വേറെ ഒരു സ്ഥലവും ഇല്ലാഞ്ഞിട്ടാണോ യൂസോങ് ഹൈസ്കൂൾ തെരഞ്ഞെടുത്ത് എന്നീ പോലീസുകാരൻ ഇവളോട് ചോദിക്കുന്നത് കേൾക്കാം. ഇതേ സമയം ആ ഗ്യാങ്സ്റ്ററിന്റെ കൂടെ കാറിൽ എങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുവാണ് ജൂൺ. പണ്ട് ചെറുപ്പത്തിൽ ഇവന് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്തിങ്ങനെ വീക്കായി പോയെന്ന് ഇവൻ ഇങ്ങനെ ആ ഫ്രണ്ടിനോട് ചോദിക്കുമായിരുന്നു. അപ്പൊ ആ ഫ്രണ്ട് പറയും നീ വീക്കൊന്നുമല്ല, നീ ഇതുവരെയും സ്ട്രോങ് ആയിട്ടില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പാണ് ഒരു നാൾ നീ ഭയങ്കര പവർഫുൾ ആകും. അന്ന് ഞാനിപ്പോ നിന്നെ പ്രൊട്ടക്ട് ചെയ്ത പോലെ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ അന്ന് ഇവന്റെ ആ ഫ്രണ്ട് പറയുമായിരുന്നു. എന്നാ പക്ഷെ അതേ ഫ്രണ്ട് വലുതായപ്പോ ഇവനെ ഉപേക്ഷിച്ച് യോൻബേക്ക് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൽ പോയി ചേർന്നു. ഇപ്പൊ ജൂണിനെയും കൂട്ടി ഈ ഗ്യാങ്സ്റ്റർ ഏതൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇയാളുടെ പേര് ജാങ്ങു എന്നാണ്. ഈ ജാങ്ങു ഇപ്പൊ ജൂണിനോടായിട്ട് ഇത് റിസർവ് സോൾജേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ്. അതായത് യോൻബേക്ക് ഗ്യാങ്ങിലോട്ടുള്ള ബാക്കപ്പ് ഫൈറ്റേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ്. ഇതേ ഗ്യാങ്ങിലോട്ട് തന്നെയാണ് പണ്ടത്തെ ജൂണിന്റെ ഫ്രണ്ടും പോയിട്ടുള്ളത്. ഈ ഒരു ടെസ്റ്റിൽ പല സ്കൂളിൽ നിന്നുള്ള ടോപ്പ് 3ൽ വരുന്ന ആളുകൾക്ക് പങ്കെടുക്കാം. എന്നൊരൊറ്റ പ്രാവശ്യം മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. സംഭവം സിമ്പിൾ ആണ്. അവിടെ ഒരു കാറുണ്ട്. ആ കാറിന് മുകളിൽ അതിന്റെ കീ ഉണ്ട്. അത് പോയി എടുക്കണം, അത്രേ ഉള്ളൂ. എന്നതങ്ങനെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല. അതിൽ മുന്നിലായിട്ട് നിൽക്കുന്ന 3 എണ്ണത്തിന് അടിച്ചു തോൽപ്പിക്കണം. അവന്മാരത്ര നിസ്സാരക്കാരല്ല. ഇതിനു മുന്നേ ഇതേ ടെസ്റ്റ് പാസ്സായിട്ടുള്ള ആളുകളാണ്. അതും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല അസല ഫൈറ്റേഴ്സ്. എന്ത് സംഭവിച്ചാലും ആ കാർ കീ എടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ നീ പാസ് ആവുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് ഒരു സക്സസ്ഫുൾ ലൈഫാണ്. എന്താ നീ തയ്യാറാണോ നീ ജാങ്ങു ചോദിക്കുമ്പോൾ തന്നൊറ്റയ്ക്കാക്കി പുതിയൊരു ഗ്യാങ്ങിലോട്ട് പോയി ചേർന്ന ഫ്രണ്ടിനെ ഓർത്ത് ഇതിന് താൻ തയ്യാറാണെന്ന് ജൂൺ സമ്മതിക്കും. ഇതേസമയം ഹോസ്പിറ്റലിലെ ലീയൊക്കെ കണ്ട് മടങ്ങി വരുന്ന സ്റ്റഡി ഗ്രൂപ്പ് നോക്കുമ്പോൾ അവിടെ ജൂണില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല അവനെ ഒന്നും ഇതിന് കിട്ടത്തില്ല എന്ന്. അവന്റെ മുഖത്ത് തന്നെയുണ്ട് കള്ളലക്ഷണം എന്ന് പറയുകയാണ് ചെയ്യും. അപ്പോഴാണ് ഗാമിൻ ജൂൺ ചെയ്തു വെച്ച ടെസ്റ്റ് പേപ്പർ നോക്കുന്നത്. ഇതേസമയം തന്നെ ഇവരുടെ അടുത്തേക്ക് ധൃതിയിൽ പാർക്കും വരുന്നുണ്ട്. ഇവിടെ ടെസ്റ്റിന് തയ്യാറായ ജൂൺ 8 നിലയിൽ പൊട്ടി എല്ലാവരുടെയും തല്ലും വാങ്ങി താഴെ കിടക്കുവാണ്. യൂസോങ് സ്കൂളിലുള്ളവർക്ക് ഞാൻ ഇത്തിരി കൂടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചു. നീയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ആ റാങ്ക് 1ൽ നിൽക്കുന്ന ഗാമിൻ നീ തന്നെ അല്ലേ? ടെസ്റ്റിൽ നീ പാസ്സായില്ലെന്ന് മാത്രമല്ല ഗാമിനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിയതിന് എന്തായാലും ശിക്ഷയുണ്ടെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവന്റെ നേരെ ഏതൊരു ബോട്ടിൽ വരുന്നത്. അത് ജാങ്ങു പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ആരെ തന്റെ നേരെ ഇത് എറിഞ്ഞെന്ന് നോക്കുമ്പോഴാണ് പാർക്കും ഗാമിനും ജിയും കൂടെ ഒരു സ്റ്റൈലിഷ് എൻട്രിയിൽ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഗാമിനാണെങ്കിൽ ജൂണിന്റെ ടെസ്റ്റ് പേപ്പറും പൊക്കി പിടിച്ച് ജൂൺ സ്റ്റഡി ഗ്രൂപ്പ് ടെസ്റ്റ് നീ പാസ്സായി എന്നും പറഞ്ഞാണ് വരുന്നത്. ജിയു ആണെങ്കിൽ ഈ വയസ്സാം കാലത്ത് തനിക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരുന്നൂടേടോ എന്നൊക്കെ ജാങ്ങുവെ കളിയാക്കിക്കൊണ്ടാണ് വരുന്നത്. ഈ കുട്ടികൾക്ക് ഒരു പേടിയില്ലല്ലോ. എന്താ പോലീസ് ഉണ്ടെന്ന് വിചാരിച്ചാണോ ഇത്രയ്ക്കും ധൈര്യം? ഗാമിന്റെ നെയിം കാർഡ് കണ്ട് ഓ അപ്പൊ നീയാണല്ലേ യുൺ ഗാമിൻ. ശരി, ഞങ്ങൾക്കൊരു സോൾജറിനെ വേണം. ടെസ്റ്റിൽ പങ്കെടുക്കാൻ തയ്യാറാണോ? നീ ജയിക്കുവാണെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ അങ്ങ് കൊണ്ടുപോക്കോ. കട്ടാകുമ്പോൾ ലീമിസിനോട് നേരത്തെ സംസാരിച്ചേണ്ട പോലീസുകാരനില്ലേ, പുള്ളി തന്റെ സീനിയർ പോലീസ് ഓഫീസറിനോട് ഈ പീഹാൻ സ്റ്റേഷനിലോട്ട് വന്ന് അപ്പൊ തന്നെ പോയല്ലോ. ഈ ഇടയാ ഞാൻ അപ്പോയിന്റ് ആയത്, എന്നിട്ട് പോലും അവൻ എന്റെ പേരറിയാം. എനിക്ക് എന്തോ മൊത്തത്തിൽ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന മറ്റേ പോലീസുകാരൻ പറയും എന്ത് സ്ട്രെയിഞ്ച്, അവൻ ജസ്റ്റ് ഒരു ഹൈസ്കൂളറാ, വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടാണ്ട് വീട്ടിൽ പോവാൻ. അപ്പോഴാണ് താഴെ പോലീസ് സ്റ്റേഷനിൽ മുന്നിലായിട്ട് ഹെവോണും സേയോണും കൂടെ പരിങ്ങി കളിക്കുന്നത് ഈ പോലീസുകാരൻ കാണുന്നത്. ഇവരുടെ കോപ്രായം കണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന
നോർമൽ കുട്ടികൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് ഇയാൾ പറയുന്നത് കേൾക്കാം. ഇവര് രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ജൂണിനെ കൊണ്ടുപോയതിലെ കേസ് കൊടുക്കാനാണ്. ഗാമിന്റെയും ജീവന്റെയും പാർക്കിന്റെയും കൂടെ പോയി അടിപിടി കൂടാനൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ തങ്ങൾ ഇങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്ന സ്റ്റേഷനകത്ത് കയറി ഇത് എങ്ങനെ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ പേടിച്ച് നിൽക്കുവാണ് രണ്ടുപേരും. കട്ടാകുമ്പോൾ ജങ്ങോയുടെ ടീമിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് നിൽക്കുവാണ് ഇവർ. അപ്പൊ ഗാമിനാണെങ്കിൽ ജീവനോട് നിനക്കിത് ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ 4 കണ്ണുള്ള സൈക്കോ, നീ നിന്റെ ഗ്ലാസ് മുറുക്കെ പിടിക്കാൻ നോക്കും, നിന്റെ അമ്മ നിന്നെ ഓർത്ത് പേടിക്കുന്നുണ്ടാകും എന്നും പറഞ്ഞ് ഇവനെ കളിയാക്കുവാണ്. ഗാമിൻ ഗ്ലാസ് വെക്കുന്നത് കൊണ്ട് 4 കണ്ണുള്ള സൈക്കോ എന്നാണ് ജിയോ അവനെ കളിയാക്കി വിളിക്കുന്നത്. ഇവക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു പേടിയുമില്ല. അങ്ങനെ ഇവര് 3 പേരും കൂടെ 3 എണ്ണത്തിനെതിരെ ഫൈറ്റ് ചെയ്യുവാണ്. പാർക്കും ജിയും അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഗാമിൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ജാങ്ങോയെ തോൽപ്പിക്കാനാണ്. ഗാമിന്റെ അടവൊന്നും അങ്ങനെ അവന്റെ അടുത്ത് ഏൽക്കുന്നില്ല. ആ 3 എണ്ണത്തിനെയും അടിച്ച് തോൽപ്പിച്ച് നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ എന്തായാലും നിങ്ങളുടെ ക്ലബ്ബ് അടിപൊളിയാണെന്ന് പറയുവാണ് ജാങ്ങോ. അപ്പൊ ഇത് കേൾക്കുന്ന ഗാമിൻ പറയും ഇതൊരു ക്ലബ്ബല്ല, ഇതൊരു സ്റ്റഡി ഗ്രൂപ്പ് ആണെന്ന്. എന്ന് പറയേണ്ട താമസം 3 എണ്ണം കൂടെ ഓടി ജാങ്ങോയെ തലങ്ങും വിലങ്ങും അടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ജാങ്ങോയുടെ മുന്നിൽ ഗാമിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ജിയോന്റെയും പാർക്കിന്റെയും കാര്യം പറയണ്ടല്ലോ. നിനക്കറിയോ ഇവൻ നീയാണെന്നും കള്ളം പറഞ്ഞ ഈ ടെസ്റ്റിൽ പങ്കെടുത്ത് അവനെ നേരെ ചൊവ്വ ഫൈറ്റ് ചെയ്യാൻ പോലും അറിയില്ല. എന്തായാലും ഇവൻ നിന്റെ വഴിക്കൊരു തടസ്സമായിരിക്കും എന്ന് ജാങ്ങു പറയുമ്പോൾ ഗാമിൻ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ്. പണ്ട് മെയിൻ ആയിട്ട് ഇവൻ ഓരോ അടവുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അങ്കിളാണ്. ഇപ്പൊ ഇവനാണെങ്കിൽ ഏതൊരു ടെക്നിക്ക് അങ്കിളിന്റെ മേലെ യൂസ് ചെയ്യുമ്പോൾ ഇനി നീ ആ ടെക്നിക്ക് യൂസ് ചെയ്യല്ലേ എന്ന് പറയുവാണ് അങ്കിൾ. ഇപ്പൊ ഗാമിനാണെങ്കിൽ അവന്റെ അങ്കിളിന് അവന്റെ ആൻസർ ഷീറ്റ് കാണിച്ചു കൊടുക്കും. ഇപ്രാവശ്യം എക്സാമിന് അവന് മാർക്ക് കുറവാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് പിടിച്ചിട്ടും എന്താ എന്റെ മാർക്ക് കൂടാത്തെ എന്നിവൻ ചോദിക്കുമ്പോൾ അങ്കിള് പറയും നിന്റെ കയ്യിൽ അതിലേതെങ്കിലും ഒരെണ്ണം വേണമായിരുന്നു. ഇത് കേട്ട ആകാംക്ഷയിൽ ഗാമിനാണെങ്കിൽ വല്ല റെഫറൻസ് ബുക്കും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് റെഫറൻസ് ബുക്കിനെക്കാളും നല്ല ഒന്നാ, അത് നിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും, അത് നിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. ഇത് കേട്ട് ഗാമിനാണെങ്കിൽ ആകാംക്ഷ സഹിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്കിൾ അതെന്താണെന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നില്ല. ഇന്ന് ജൂൺ കംപ്ലീറ്റ് ചെയ്ത മാത്സിന്റെ പേപ്പർ കാണുമ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു എന്ന് ഗാമിൻ പറയുന്നത് കേൾക്കാം. ഫ്ലാഷ് ബാക്ക് കെട്ടാകുമ്പോൾ ജൂൺ എപ്പോഴും നിനക്കൊരു തലവേദന ആയിരിക്കും എന്നൊക്കെ പറയുന്ന ജങ്ങോയോട് അവൻ ഒരിക്കലും എന്റെ വഴിക്ക് തടസ്സമല്ല, അവൻ എനിക്ക് എതിരാളിയേക്കാൾ മുകളിലാണ്. ഇത് ഗാമിൻ പറയുന്നത് കേൾക്കുമ്പോൾ ജൂണിന് ഓർമ്മ വരുന്നത് ഇവനെ പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോയ ഫ്രണ്ട് ഞാൻ നിന്നെ എതിരാളിയായി പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഗാമിൻ ജാങ്ങോയോട് പറയും ഞാൻ എന്തായാലും ആ ടെക്നിക്ക് നിന്നിൽ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ടെക്നിക്ക് കുറച്ച് അപകടമായതുകൊണ്ട് അങ്കിൾ എന്നോട് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ അപകടങ്ങൾ കൊണ്ട് കളിക്കരുതെന്ന് ജാങ്ങോ പറയുമ്പോൾ അതിന് അപകടം എനിക്കല്ല നിനക്കാണെന്നും പറഞ്ഞ് ഗാമിൻ ഇവന്റെ മേലൊരു 1 സൈഡ് അറ്റാക്ക് അങ്ങ് പ്രയോഗിക്കുകയാണ്. ആ മതിലും കൂട്ടി അവനെ അടിച്ച് ശരിയാക്കും. ഇവന്റെ ഈ ടെക്നിക്കിൽ ജാങ്ങോയും അടി പതറിപ്പോവും. അങ്ങനെ അവനെയും തോൽപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ മുന്നിൽ കിടക്കുന്ന കാറിന്റെ ലൈറ്റ്സ് ഓൺ ആവുന്നത്. ആ കാറിനകത്ത് ആരും ഇല്ലാന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിലൊരാളുണ്ടായിരുന്നു. ആ കാർ നേരെ ഇപ്പൊ ഗാമിന്റെ നേരെ പാഞ്ഞു വരുന്നതും പെട്ടെന്ന് ജൂൺ ഓടി വന്ന് ഗാമിനെ പിടിച്ച് മാറ്റുവാണ്. ജൂണിനെ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി ഗാമിൻ അവനെയും പിടിച്ചു മാറ്റും. ആ കാറിൽ നിന്ന് ഇപ്പൊ ഒരു തൊപ്പി വെച്ച ചെറുക്കൻ ഇറങ്ങി വരും. ഇവന്റെ പേര് മിൻഹാൻ. ഇവനിപ്പോ ഗാമിനോട് പറയും നിനക്ക് ശരിക്കും ഒരു റിസർവ് ആർമി മാനേജർ ആവാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഞാൻ നിന്നിൽ കാണുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അല്ലെങ്കിലും യൂസോങ് ഹൈസ്കൂളിൽ നിന്ന് തോറ്റവന്മാരൊക്കെ എന്ത് ചെയ്യാനാന്ന് പറയുമ്പോൾ ജൂണിനെയും എടുത്ത് പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലേക്ക് പോകുമെന്ന് പറയാണവൻ. ഇപ്പോഴാണ് മിൻഹാൻ അവിടെ നിൽക്കുന്ന പാർക്കിനെ ശ്രദ്ധിക്കുന്നത്. ഓ നീയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, ഫ്യൂണറലിന്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയാണോ നീ അവിടെ പോയി ചേർന്നേ, അതോ സ്വന്തം താല്പര്യത്തിലോ? ഇത് കേട്ട് ദേഷ്യത്തിലെ പാർക്ക് ഇവൻ അടിക്കാൻ ചെല്ലുന്നതും ഈ മിൻഹാൻ ആ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇവനെ വിടാതെ ബൈക്കും എടുത്ത് പാർക്കും ഒപ്പം പോകും. ഇവരങ്ങനെ ധൃതിയിൽ പോകുന്ന സമയമായിരിക്കും പോലീസുകാരെ കൊണ്ട് സെയോണും ഹെവോണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ ജാങ്ങോയെ ഉൾപ്പെടെ ആ റൗഡികളെല്ലാം അറസ്റ്റ് ചെയ്യും. ജൂണിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. നിങ്ങൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഈ യൊൻബോ ഗ്യാങ്ങിൽ ഒരു മെമ്പറിനെ പിടിച്ചു വന്ന് നമ്മുടെ പോലീസുകാരൻ അതിശയത്തെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തതൊരു വലിയ കാര്യമല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് പാരിതോഷികം ഒന്നും തരുന്നില്ലേ, എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ യൂസ് ചെയ്യായിരുന്നു. മെഡൽ ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്ന ജിയുനോട് അവക്കിനി മെഡലും കൂടി കിട്ടാത്തതിന്റെ കുറവേ ഉള്ളൂ, ഞാനിപ്പോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതോർത്ത് സന്തോഷിക്കാൻ നോക്ക്. എന്നിത് കേൾക്കുന്ന ജിയു ഹെവോണൊക്കെ ആണെങ്കിൽ അതിന് ഞങ്ങൾ എന്താ ചെയ്തേ, നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് ജൂണിനെ കണ്ടതല്ലേ, അവനെ അങ്ങനെ അടിച്ചു പഞ്ചതാക്കി ഒരാളെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെയൊക്കെ തടഞ്ഞു വെച്ച സെയോൺ ആണെങ്കിൽ വയലൻസിന് ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല എന്നല്ലേ സാർ ഉദ്ദേശിച്ചേ, അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുന്ന പോലീസുകാരനാണെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ നീ പറഞ്ഞത് നിയമം അതിന്റെ വഴിക്ക് പോവാണെങ്കിൽ മാത്രമേ സാധിക്കും, ഇവിടെ നിയമത്തിന്റെ മുകളിൽ മറ്റു പലരാ എന്ന് പറയുന്ന ഈ പോലീസുകാരന്റെ ഉള്ളിൽ ഇന്ന് ഒരു കൂസലും ഇല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയ പിഹാനാണ്. എന്തായാലും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം, ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് കാർഡും കൊടുത്താണ് ഈ പോലീസുകാരൻ പോകുന്നത്. അങ്ങനെ പോലീസുകാരൻ പോയി കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാരും ഗാമിനെ നോക്കുമ്പോൾ കാണുന്നില്ല. അവൻ ആരോടും പറയാൻ പോലും നിൽക്കാതെ വീട്ടിലോട്ട് വരാനുള്ള ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് അമ്മ ഒരു പ്രത്യേക ടൈം ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് കറക്റ്റ് സമയത്ത് വീട്ടിൽ കയറണം. എന്റെ ഫ്രണ്ടിന് ഒരു അപകടം പറ്റിയോണ്ടാ ഇനി ഞാൻ ലേറ്റ് ആവില്ല എന്നൊക്കെ ഇവൻ അമ്മയെ വിളിച്ച് പറയുമ്പോൾ നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നിട്ടില്ലല്ലോ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്ന് പറയുവാണ് ഇവന്റെ അമ്മ.
കട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മിൻഹാനെയും പീഹാനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെയും പേര് ഇത്തിരി സിമിലർ ആയതുകൊണ്ട് തന്നെ മിൻഹാനെ നമുക്ക് മിൻ എന്ന് വിളിക്കാം. മിന്നാണെങ്കിൽ പീഹാനിന് ഇന്ന് ഗാമിൻ കാണിച്ചു കൂട്ടിയ സാഹസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. എന്നിതൊന്നും കേൾക്കാതെ പീഹാൻ വേറൊരു കാര്യത്തിലാണ്. അവൻ ലീമിസിന്റെ ഫോട്ടോ ഇല്ല 4 സ്റ്റാർസ് വരച്ചു വെക്കും. ആഹാ 4 സ്റ്റാർസോ, കുറെ ആയല്ലോ നീ ഒരാൾക്ക് 4 സ്റ്റാർസ് കൊടുത്തിട്ട് എന്നിത് കണ്ട് മിൻ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ് എന്ന് പറയുന്ന പീഹാനിനെ കാണാം. രാത്രി ഗാമിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് തുരുതുരാ മെസ്സേജസ്. ഇവര് സ്റ്റഡി ഗ്രൂപ്പ് ഗ്യാങ് എല്ലാം കൂടി ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ മെസ്സേജസ് ഒക്കെ വരുന്നത്. ഹോസ്പിറ്റൽ കിടക്കെ കിടന്ന് ജൂണും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ 5 ആൾക്കാരെ കിട്ടി, സ്റ്റഡി ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുവാണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഗാമിനോട്. അങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ട് ഇവർ പഠിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഈ 5 എണ്ണം കൂടി ഒരു ദിവസം ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഡിസിപ്ലിനറി കമ്മിറ്റി മെമ്പേഴ്സായ ഗ്യൂജനും കൂട്ടരും ഇവരെ തടയും. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇവൻ കാത്തിരിക്കുവായിരുന്നല്ലോ. ഇതിപ്പോഴും വിന്റർ സീസൺ അല്ലേ, നിങ്ങൾ എന്താ ജാക്കറ്റ് ധരിക്കാഞ്ഞെന്ന് ചോദിച്ച് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യൂജൻ. ഇത് കേട്ട് ജീവനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്. എന്നാ ജാക്കറ്റ് താൽക്കാലികമല്ലേ, അത് ഉപയോഗിച്ചില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് ഇവരുടെ അടുത്തേക്ക് വരുവാണല്ലേ. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ലീയെ കാണുന്ന സന്തോഷത്തിലാണ് സ്റ്റഡി ഗ്രൂപ്പ്. ഇക്കാര്യത്തിൽ ലീ മിസ് ഇടപെട്ടതുകൊണ്ട് തന്നെ ഗ്യൂജിന്റെ വാ അടഞ്ഞും പോകും. ഇപ്പൊ 5 മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മിസ് ഇപ്പൊ നേരെ പോയി പ്രിൻസിപ്പളിന് മെമ്പേഴ്സിന്റെ പേരും ഡീറ്റെയിൽസും എല്ലാം സബ്മിറ്റ് ചെയ്യും. അപ്പൊ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ആളുകളെ കിട്ടിയല്ലേ എന്ന് ചോദിച്ച് പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പേപ്പറിന് ഒരു സെക്കൻഡ് പേപ്പറും കൂടി ഉണ്ടെന്ന് പറയുവാണല്ലേ. എന്നാൽ അത് കാണുന്നതും ഈ പ്രിൻസിപ്പൾ ഇത്തിരി വയലന്റ് ആവുകയാണ്. ഇതെന്ത് നോൺസെൻസ് ആണെന്ന് ചോദിച്ച്. അത് പിഹാനിനെതിരെയുള്ള ഒരു കംപ്ലൈന്റ് ആയിരുന്നു. ലീ സമർപ്പിച്ച ഈ ഒരു പേപ്പർ കാണുമ്പോൾ ഈ പ്രിൻസിപ്പളിന് പണ്ട് ഇതുപോലൊരു ടീച്ചർ ഇയാളുടെ അടുത്ത് വന്ന്, സർ നിങ്ങൾ പിഹാനിനെ ഇങ്ങനെ വിട്ടുകളയാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർക്ക് എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ ലീ വന്ന് സ്റ്റഡി ഗ്രൂപ്പിനോട് ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പ് ഒഫീഷ്യലി അപ്രൂവ് ചെയ്തെന്നു, നമ്മൾ എന്ന് തൊട്ട് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യവും പറയും. അപ്പൊ അതിനുവേണ്ടി ഇവരെ സോളിലുള്ള വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മിസ്. അവിടെ ഇവരെ പോലെയുള്ള സ്റ്റഡി ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം മനസ്സിലാക്കാൻ. ഇവരുള്ളത് ഒരു നാട്ടിൻപുറത്തെ സ്കൂളിലാണ്. പട്ടണത്തിലെ സ്കൂളിലേക്ക് പോകുന്നതിൽ വലിയ എക്സൈറ്റഡ് ആയിട്ട് വരുന്ന ഇവരാണെങ്കിൽ ഓവറായിട്ട് പിക്നിക്കിന് പോകുന്ന പോലെ ഡ്രസ്സൊക്കെ ചെയ്താണ് വരുന്നത്. ജൂൺ വരുന്നത് കണ്ട് അതിനേക്കാൾ കോമഡിയാണ്. ഇവരുടെ സ്ഥലം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ പേരിൽ എഴുതിയ കൊടിയൊക്കെ പിടിച്ചാണ് വരുന്നത്. ഇവരെ കണ്ട് വഴിയിലൂടെ നടന്നു പോകുന്നവർ വരെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇപ്പൊ അത് വഴി പോക്കുന്ന 2 എണ്ണത്തിന്റെ തലയിൽ ജൂണിന്റെ ഈ കൊടി ഒന്ന് തട്ടുന്നുണ്ട്. എന്നാൽ അതിൽ ദേഷ്യം പിടിച്ച് അവരാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിനോട് തട്ടിക്കയറി ചെല്ലുന്നതും അതിന് ജൂണും ജിയും കൂടെ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. പാവങ്ങൾക്ക് ആളറിയാത്തത് കൊണ്ടാണ് ആളാവാൻ വന്നത്. മിസ് ലീ അങ്ങോട്ടേക്ക് വരുന്നതും അവന്മാർ ഇവർ പറഞ്ഞേക്കും. ഇപ്പൊ ലീ ആണെങ്കിൽ വന്ന് ഗാമിനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നതാ വേദം. പുതിയ സ്കൂളിൽ പോയി സ്റ്റഡി ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ അവൻ ഇന്നലെ ഉറങ്ങാതെ കിടന്ന് ഉറങ്ങിയത് രാവിലെയാണ്. ഇപ്പൊ ഏതോ ബസ്സും വിളിച്ച് വരുന്നുണ്ട് എന്ന് ജിയു പറയുമ്പോൾ നമ്മൾ അതിന് അത്രയ്ക്ക് വലിയ സ്ഥലത്തോട്ടൊന്നുമല്ലല്ലോ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുവാണ് ജു. എന്നാൽ ലീ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു വലിയ സ്കൂളിലേക്കാണ്. അതായത് സോൾ സിറ്റിയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്കൂള് കണ്ടതും ഇവരുടെ കിളിയൊക്കെ പോകും. അവിടുത്തെ ഒരു സാധാ ലീമിസിന്റെ ഫ്രണ്ടാണ്. മാനിൽ ഹൈ എന്നാണ് ഈ സ്കൂളിന്റെ പേര്. മാനിൽ ഹൈലോട്ട് നേരിട്ട് വരാൻ വേണ്ടി ജിയു ഗ്രൂപ്പിൽ ഗാമിന് ഒരു മെസ്സേജ് അയച്ചിടുന്നുണ്ട്. ലീമിസിന്റെ ഫ്രണ്ട് അവർക്ക് അവിടുത്തെ സ്റ്റഡി ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കണ്ടാലേ അറിയാം അതിലുള്ളവർ മൊത്തം ബുജ്ജി ടീംസ് ആണ്. ഇവരെ കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജുൻമിൻ എന്ന് പറയുന്ന ഒരു ചെറുക്കം വന്നിട്ടില്ല. ഇവരുടേതിലാണെങ്കിൽ ഗാമിനും വന്നിട്ടില്ലല്ലോ. എന്നാൽ ശരി 2 കൂട്ടരും വരുന്നത് വരെ ഇവരോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ പറയും. എന്നീ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ ഇവരോടൊന്നും മിണ്ടുന്നില്ല. അവർ ഫുൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്റ്റഡി റൂം എല്ലാം കാണാൻ എന്ത് ഭംഗിയാണെന്ന് ഹേവോൺ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സേയോൺ ആണെങ്കിൽ മിസ് നമുക്കും ഒരു റൂം തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇവര് രണ്ടുപേരും കൂടെ ഇവർ യൂസ് ചെയ്യുന്ന പേനയും അവർ പഠിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ കണ്ട ഗാമിൻ ഭയങ്കര ഇംപ്രസ് ആവും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ജിയും ജൂണും ആണെങ്കിൽ ഇവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ ഒന്നാമതേ ഇവരെ പിടിച്ചിട്ടില്ല. കുറച്ച് സ്മാർട്ട് ആണെന്ന് വിചാരിച്ച് അവർക്ക് നമ്മളോട് പുച്ഛമാണെന്നൊക്കെ ഇവരെ കണ്ട് ജൂണും പറയുന്നുണ്ട്. അപ്പോഴാണ് ജൂൺ നീ ഗാമിന് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന കാര്യം ചോദിക്കുന്നത്. ഞാൻ ഗ്രൂപ്പ് ചാറ്റിൽ അയച്ചിട്ടുണ്ടെന്ന് ജി പറയുമ്പോൾ അതെടുത്ത് നോക്കുവാണ് അവൻ. മാനിൽ ഹൈലോട്ട് നേരിട്ട് വായെന്നുള്ളതിന് പകരം മാനിക് ഹൈ എന്നാണ് ഇവൾ അറിയാതെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് വായിച്ച് ഇവനെങ്ങാനും മാനിക് ഹൈലോട്ട് പോയ കോമഡി ആയിരിക്കുമല്ലേ എന്നും പറഞ്ഞ് ജൂൺ നിൽക്കുമ്പോൾ അതിനങ്ങനത്തെ സ്കൂളൊന്നും ഉണ്ടാവാനേ വഴിയില്ല എന്നും പറഞ്ഞു നിൽക്കുവാണ് ചെയ്യും. എന്നാൽ ഇവർക്ക് തെറ്റി അങ്ങനെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് തന്നെയാണ് ഗാമി വന്നേക്കുന്നത്. ഇത് തന്നെയായിരിക്കും അവള് പറഞ്ഞ സ്കൂൾ എന്ന് വിചാരിച്ച് അവൻ അതിലോട്ട് കയറിപ്പോവുകയും ചെയ്യും. ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി ഈ മാനിക് ഹൈയിൽ നിന്നും മാനിൽ ഹൈയിലേക്ക് ഗാമിന് എങ്ങനെയായിരിക്കും എത്തിച്ചെല്ലുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.